ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഗുവാഷ് പെയിൻറ്റിംഗ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രസ്ട്രോൻ്റെ 24 ഷെയ്ഡ്സുള്ള ഗുവാഷിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നത് ക്യൂട്ടായിട്ടുള്ളൊരു മെർമെയ്ഡിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ പിക്ചർ എനിക്ക് കിട്ടിയിട്ടുള്ളത് പിൻട്രസ്റ്റിൽ നിന്നാണ്. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും റെഫറൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഗുവാഷ് എന്ന മീഡിയം കുറിച്ച് പറയുകയാണെങ്കിൽ അത് വാട്ടർ കളറാണെന്ന് വെച്ചാൽ വാട്ടർ കളറല്ല, ആക്രിലിക് ആണെന്ന് വെച്ചാൽ ആക്രിലിക്കും അല്ല, ഈ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു മീഡിയമാണ്. അപ്പോൾ ഇത് നമ്മൾ വാട്ടർ കളർ ചെയ്യുന്ന പോലെ ഡൈല്യൂട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പാച്ചി ആയിട്ട് കാണപ്പെടും. അപ്പോൾ ഗുവാഷ് വെച്ച് പെയിൻറ്റ് ചെയ്യുന്ന രീതി സംവാട്ട് ആക്രിലിക്കായിട്ട് വളരെ സിമിലറാണ്. കാരണം നമ്മൾ ലൈറ്റ് ഷെയ്ഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വാട്ടർ കളേഴ്സിലാണെങ്കിൽ നമ്മൾ അധികം വെള്ളം ചേർത്ത് ആ ഒരു ഷെയ്ഡ് ലൈറ്റ് ആക്കുക ചെയ്യാറ്. പക്ഷേ ആക്രിലിക്കിലും ഗുവാഷിലും നമ്മൾ ആ ഒരു ഷെയ്ഡ് ലൈറ്റ് ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് കളർ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ബ്ലൂവും അത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ഷെയ്ഡ് ആക്കാൻ വേണ്ടി വൈറ്റ് പെയിൻറ്റും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് മെർമെയ്ഡിൻ്റെ ഹെയറും ഒരു ലൈറ്റ് പിങ്ക് ആക്കാൻ വേണ്ടി ഡാർക്ക് ഒരു മജന്ത ഷെയ്ഡിൻ്റെ കൂടെ വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡാക്കിയിട്ടാണ് മെർമെയ്ഡിൻ്റെ ഹെയർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആക്കാൻ വേണ്ടി വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് മെർമെയ്ഡിൻ്റെ ബോഡി പോർഷൻ കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗുവാഷ് പെയിൻറ്റ് ചെയ്യുമ്പോൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ചേർക്കാൻ വേണ്ടി. തീരെ ഡൈല്യൂട്ട് ആക്കാനും പാടില്ല. തീരെ ഡൈല്യൂട്ട് ആയി കഴിഞ്ഞാൽ ഒരു പാച്ചി എഫക്റ്റ് നമുക്ക് കിട്ടും. ഈ വാട്ടർ കളേഴ്സ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മീഡിയവും ഗുവാഷ് ഒരു ഒപ്പേക്ക് ആയിട്ടുള്ളൊരു മീഡിയമാണ്. അപ്പോൾ കൂടുതലും ഒരു മാറ്റ് ഫിനിഷാണ് ഗുവാഷ് പെയിൻറ്റിങ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പാച്ചി ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല പ്രോപ്പർലി ഒരു ക്രീമി ടെക്സ്ചറായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മെർമെയ്ഡിൻ്റെ ബോഡിയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു ഫ്ലഷ് ടിൻറ്റ് കളർ ഓൾറെഡി ഈ ഒരു സെറ്റിലുണ്ട്. അത് വെച്ച് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഞാൻ ആ ഒരു ഡെപ്ത്ത് തോന്നിക്കാൻ വേണ്ടി ഒരു ബേൺ സിയന ഷെയ്ഡ് വെച്ചിട്ട് ഫേസിൻ്റെ ഡെപ്ത്ത് തോന്നിക്കുന്ന പോർഷനിലൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. വൺസ് മെയിൻ പോർഷൻസൊക്കെ നമ്മൾ കളേഴ്സ് സോളിഡായിട്ട് ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗുവാഷിന് കൂടുതലും ഡീറ്റെയിലിംഗ് ബ്രഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽസിൻ്റെ ഡീറ്റെയിലിംഗ് ബ്രഷാണ്. അത് വെച്ചിട്ട് ഞാനിവിടെ ഡാർക്ക് ഒരു മജന്ത ഷെയ്ഡ് വെച്ചിട്ട് ഹെയർ സ്ട്രാൻഡ്സ് ജസ്റ്റ് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ടും ഹെയറിന് മുകളിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. വാട്ടർ കളേഴ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മീഡിയ ആയതുകൊണ്ട് ഒരു കളറിന് മുകളിൽ വേറൊരു കളർ നമുക്ക് പ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗുവാഷിനും ആക്രിലിക്കിനും ആ ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് എത്ര കളേഴ്സ് വേണമെങ്കിലും ഓവർലേ ചെയ്യാം. കാരണം വൺസ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതാണ് ഗുവാഷും ആക്രിലിക്കും തമ്മിലുള്ള കൂടുതൽ സിമിലാരിറ്റി. ഗുവാഷിന് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമുക്ക് വാട്ടർ വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വൺസ് ഏതെങ്കിലും ഒരു കളർ നമ്മൾ യൂസ് ചെയ്യുന്നൊരു കളർ ഡ്രൈ ആയി പോവുകയാണെങ്കിലും നമുക്ക് വെള്ളം ചേർത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വാട്ടർ കളേഴ്സിനും ഗുവാഷിനും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, റീആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് ഗുവാഷ് വെച്ചിട്ട് ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് കൊടുക്കുകയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ. ഇപ്പോൾ ഹെയർ പോർഷനിലും ടെയിൽ എൻഡ് പോർഷനിലും ഒക്കെ ജസ്റ്റ് വൈറ്റ് ഗുവാഷ് യൂസ് ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് വാട്ടർ കളേഴ്സിൽ ഈ വൈറ്റ് പെയിൻറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കിതേമാതിരി ഓവർലേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഫേസ് പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഐസൊക്കെ വരച്ചു കൊടുക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ലിപ്സും അതുപോലെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് കവളിലൊരു ബ്ലഷ് എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു റിയലിസ്റ്റിക് ഇമേജ് ഒന്നുമില്ല, ഒരു കാർട്ടൂൺ കൈൻഡ് ഓഫ് ആനിമേറ്റഡ് കൈൻഡ് ഓഫ് ഇമേജാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്